കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജനങ്ങളെ വിഡ്ഢികളാക്കുവാൻ വീണ്ടും കള്ളം പറയുകയാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാഹനം വാങ്ങുവാൻ പദ്ധതി രൂപീകരിച്ച ശേഷം 2 തവണ ബാംഗ്ലൂർ പോയത് എന്തിനാണെന്ന് ചെയർപേഴ്സണും LDF നേതൃത്വവും വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിലെ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് UDF പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വാഹനം വാങ്ങുവാൻ പദ്ധതി രൂപീകരിച്ച ശേഷം 2 തവണ ബാംഗ്ലൂരിൽ പോയത് എന്തിനാണെന്നുള്ള കാര്യം നഗരസഭാ ചെയർപേഴ്സണും LDF നേതൃത്വവും വ്യക്തമാക്കണം. 2024 ഏപ്രിൽ 13 നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൊണ്ടുവന്ന അജണ്ട പ്രകാരം 46 ലക്ഷം രൂപയ്ക്കും 1.5 കോടി രൂപയുടെ 5 വർഷത്തെ അറ്റകുറ്റപ്പണിക്കും അനുമതി നൽകിയ വിവരം ചോദ്യം ചെയ്തത് LDF-ലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും LDF കൗൺസിലർമാരും ആണെന്നിരിക്കെ ഇപ്പോൾ മലക്കം മറിഞ്ഞ കുറ്റം UDF-ന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചെയർപേഴ്സണും സംഘവും ശ്രമിക്കുന്നതെന്നും പാർലമെന്ററി പാർട്ടി നേതാക്കൾ പറഞ്ഞു. ചെയർപേഴ്സൺ പട്ടണത്തിലെ ജനങ്ങളെയും മാധ്യമങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഗീബൽ സിദ്ധാന്തം, അതായത് ഒരു കള്ളം സത്യമാക്കാൻ 1000 പ്രാവശ്യം ഉരമിട്ടാൽ അത് സത്യമാകുമെന്നാണ് ഗീബൽസ് എല്ലാവരെയും പഠിപ്പിച്ചത്. അതുപോലെ കായംകുളം പട്ടണത്തിലെ ഈ അഴിമതി യാഥാർത്ഥ്യമാണെന്ന്, അഴിമതി ഇല്ലെന്ന് പറയാൻ ചെയർപേഴ്സൺ എല്ലാ ദിവസങ്ങളിലും അഴിമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ചെയർപേഴ്സണെതിരെ LDF-ലെ അംഗങ്ങൾ തന്നെയാണ് അവിടെ അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും അത് UDF അംഗങ്ങൾ ഫയൽ പരിശോധിച്ചപ്പോൾ ശരിയാണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങൾ നഗരസഭയിൽ സമരം ആരംഭിക്കുകയും ചെയ്തത്. ഈ സമരം ആരംഭിച്ച സാഹചര്യത്തിലെല്ലാം 13/4 കൗൺസിലിൽ ഉണ്ടായ വിഷയങ്ങൾ ചെയർപേഴ്സൺ മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. 13/4/2025 കൗൺസിൽ യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണാണ് ഈ ആരോപണം ആദ്യമായി ഉന്നയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, LDF-ന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ, ഇവരെല്ലാം ഈ ആക്ഷേപം ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ചെയർപേഴ്സൺ സഭ പിരിച്ചുവിട്ട് പുറത്തുപോയി. അന്ന് വന്ന അജണ്ടയിൽ ഈ പ്ലാന്റിൻ്റെ 27 ലക്ഷം രൂപ മുൻകൂർ കൊടുത്തതും 1.5 കോടി രൂപ 5 വർഷത്തേക്ക് അതിൻ്റെ ആനുവൽ മെയിൻ്റനൻസായി കൊടുക്കുന്നതിൻ്റെ അജണ്ടയായിരുന്നു. ഒരു ചെയർപേഴ്സണും കേരള മുനിസിപ്പാലിറ്റി ചട്ടം അനുസരിച്ച് ഇങ്ങനെ ഒരു മുൻകൂർ കൊടുക്കാൻ അവകാശമില്ല. ബാംഗ്ലൂർ 2 പ്രാവശ്യം ചെയർപേഴ്സൺ പോയത് എന്തിനാണെന്ന് ചെയർപേഴ്സൺ വെളിപ്പെടുത്തണം. ബാംഗ്ലൂർ കമ്പനിക്കാണ് ഇപ്പോൾ ഈ ടെൻഡർ കൊടുത്തിരിക്കുന്നത്. അവിശ്വാസം ഞങ്ങൾക്ക് അവിടെ 18 പേരേ ഉള്ളൂ. 18 ആളുകളാണ് ഞങ്ങൾക്കുള്ളത്. സഭയിൽ LDF-ന്റെ അംഗങ്ങൾ ഉന്നയിച്ച ആരോപണം അടിവരയിട്ടുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ അവർ UDF-നൊപ്പം നിന്നുകൊണ്ട് ഈ അഴിമതിക്കെതിരെ പോരാടണം. അങ്ങനെയാണ് ഞങ്ങളൊരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിലാണ് ഈ അവിശ്വാസം കൊടുത്തിട്ടുള്ളത്. ഈ വരുന്ന 19-ാം തീയതി ചർച്ച ചെയ്യും. ചെയർപേഴ്സൺ എത്ര കള്ളം പറഞ്ഞാലും ശരി, ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ ചെയർപേഴ്സന് കഴിയില്ല. ആരോപണവും അഴിമതിയും യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. UDF-ലെ 17 അംഗങ്ങൾ മാത്രമാണ് അവിശ്വാസ നോട്ടീസ് നൽകിയിട്ടുള്ളത്. LDF-ലെ അഴിമതി ഉന്നയിച്ച അംഗങ്ങൾ ആരോപണം ശരിയാണെങ്കിൽ സത്യത്തിനും നീതിക്കും ഒപ്പം നിന്ന് അഴിമതിക്കാരെ പുറത്താക്കാൻ തയ്യാറാകണം. 2 പ്രാവശ്യം ബാംഗ്ലൂരിൽ പോയതും നിയമം വിട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിക്ക് ടെൻഡർ നൽകിയതും ആരോപണങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. 27 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു വാഹനം വാങ്ങി നഗരസഭയിൽ കൊണ്ടിട്ടിട്ട് പിന്നീട് ചർച്ച ചെയ്യും, ഇത് നടപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് പിന്നീട് ചർച്ച ചെയ്യുമെന്ന് പറയുന്ന വളരെ ലജ്ജാവഹമായ, ആക്ഷേപാർഹമായ പ്രസ്താവനയാണ് നഗരസഭാ ചെയർപേഴ്സൺ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി നഗരം ഭരിക്കുന്ന ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണാധികാരികൾ ഇന്ന് അവസാനം പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റ് ITIയും സ്റ്റേഡിയവും ഒക്കെ ഇപ്പൊ നടപ്പാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പൊ നടപ്പാക്കും. 10 കൊല്ലമായി ഒരു ചെറുവിരൽ എനക്കാത്ത ഈ നഗരത്തെ ഇത്രമാത്രം വികസനമില്ലായ്മയുടെ കെടുകാര്യസ്ഥതയുടെ പ്രതീകമാക്കി മാറ്റിയ നഗരസഭാ ചെയർപേഴ്സൺ പറയാണ് ഈ പദ്ധതികളൊക്കെ 6 മാസത്തിനുള്ളിൽ നടത്തുമെന്ന്. 10 കൊല്ലം കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്തത് 6 മാസം കൊണ്ട് നടപ്പാക്കുമെന്ന് പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്.
ഇത് അതുകൊണ്ടാണ് ഞങ്ങൾ അവിശ്വാസം കൊടുത്തിരിക്കുന്നത്. ഈ അവിശ്വാസം UDF അല്ല കൊടുത്തിരിക്കുന്നത്, ഈ രാജ്യത്തെ ജനങ്ങളാണ് ഈ അവിശ്വാസം കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഈ നഗരസഭാ ചെയർപേഴ്സണെയും ഭരണാധികാരികളെയും CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തെ ജനങ്ങൾ അവിശ്വസിക്കുന്നു എന്നുള്ളതിനാണ് ഞങ്ങൾ ഈ അവിശ്വാസം കൊടുത്തിട്ടുള്ളത്. ഈ അവിശ്വാസം വിജയിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. പക്ഷേ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്നവർ അപ്പുറത്തുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ, കൗൺസിലർമാരുണ്ടെങ്കിൽ ഈ അവിശ്വാസത്തിൽ ഞങ്ങളോടൊപ്പം ചേരണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കായംകുളം നഗരസഭയിലെ കെട്ടിടം പരിശോധിച്ചാൽ അറിയാം, 1960 പണിത കെട്ടിടത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ACP പണിത്, അവിടെ ലിഫ്റ്റ് വെച്ച്, മുകളിൽ കൗൺസിൽ ഹോൾ പണിത്, കോടിക്കണക്കിന് രൂപ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിച്ചവരാണ് ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ, K പുഷ്പദാസ്, AJ ഷാജഹാൻ, AP ഷാജഹാൻ, ബിജു നസറുള്ള, അൻസാരി കോയിക്കലേത്ത്, സുമിത്രൻ, ഗീത P, ഷൈനി ഷിബു, ഷീജ റഷീദ്, മിനി സാമുൽ എന്നിവർ പങ്കെടുത്തു. CD ന്യൂസ്, കായംകുളം.